ഇതുപോലൊരു കൂറ്റൻ വെള്ളച്ചാട്ടം, അതും മറ്റൊരാൾക്കാരുടെ ശല്യങ്ങളൊന്നുമില്ലാതെ വളരെ സേഫായിട്ട് കുളിച്ച് വളരെ നല്ല പ്രൈവസിയിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു പ്രൈവറ്റ് സ്പോട്ട്. ഇതെല്ലാം നമ്മൾ താമസിക്കുന്ന ആ സ്പോട്ടിനോട് ചേർന്ന് തന്നെ പ്രൈവറ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ പ്രകൃതിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർക്ക് ആ ഒരു നേച്ചറിൻ്റെ എല്ലാ ഭംഗിയും ഒരുപാട് നല്ല രീതിയിൽ കണ്ടറിഞ്ഞ് താമസിക്കാൻ പറ്റിയ ഒരു ട്രീ ഹൗസും പല രീതിയിലുള്ള കോട്ടേജുകളും, അതെല്ലാം നമുക്ക് വളരെ ശാന്തമായിട്ട് സമാധാനമായിട്ട് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല സ്പോട്ടുകളും കൂടി തരുന്ന സ്ഥലം. ഇതെല്ലാം കൂടാതെ കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു ട്രക്കിംഗ് ആയിക്കോട്ടെ, വാട്ടർഫോൾ ഹൈക്കിംഗ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു സ്റ്റേയിൽ വേണ്ടി വരുന്ന നമ്മളൊക്കെ എൻഗേജ് ആക്കി ഇരുത്തുന്ന നമ്മൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു ഗംഭീര സ്റ്റേ, അത് നോക്കുന്ന ഏതൊരാൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇടുക്കിയിലെ പാഞ്ചാലിമേടിനടുത്തായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങോട്ട് വരാൻ വേണ്ടി നമ്മൾ ഇടുക്കിയിലെ മുണ്ടക്കയം ടൗണ് കഴിഞ്ഞ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ അവിടേക്ക് ആദ്യം ലൊക്കേഷൻ സെറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് എത്തിയതിന് ശേഷം മാത്രം ഇവർ അയച്ചു തരുന്ന ആ ഒരു ബുക്കിങ്ങിൻ്റെ സമയത്ത് കിട്ടുന്ന ലൊക്കേഷൻ കൂടി മാപ്പ് ഇട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കണ്ടുള്ള യാത്രകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ പോകുന്ന വഴിയിലാണെങ്കിൽ നമ്മൾ അറിയാതെ വണ്ടി നിർത്തി പോകുന്ന ഒരുപാട് സ്ഥലങ്ങൾ വരും. കാരണം അതിനും മാത്രം ഭംഗിയാണ് ഇവിടെ കണ്ടു നിൽക്കാനുള്ള കാഴ്ചകൾ. ഒരുപാട് നല്ല കാഴ്ചകൾ കണ്ട് നമ്മളിതാ ആ റിസോർട്ടിൻ്റെ കവാടത്തിന് മുമ്പിലെത്തും. അപ്പോൾ നേരെ കാണുന്നത് നമ്മളുടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടാണ്. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കിട്ടുന്നത് ഈ കോട്ടേജിൻ്റെ ഒരു കാഴ്ചകളായിരിക്കും. നിങ്ങളൊരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലിയിൽ തന്നെ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കോട്ടേജ് എടുക്കണമായിരിക്കും കൂടുതൽ എളുപ്പം. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ടിനകത്ത് എല്ലാ കോട്ടേജിനും പ്രൈവസിക്ക് മുൻതൂക്കം കൊടുത്തിട്ടുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കോട്ടേജിൽ നിന്നും മറ്റു കോട്ടേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം നടക്കാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാർക്ക് ഈ ഫാമിലി കോട്ടേജ് എടുത്താനുള്ള എളുപ്പം എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ തൊട്ട് ചേർന്നായതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റൂമിലെത്താൻ പറ്റും. ഈ ഫാമിലി കോട്ടേജിൽ മുകളിലൊരു റൂമും താഴെ 2 റൂമും എന്നുള്ള രീതിയിൽ ആ ഒരു ഹോൾ വില്ല എന്നുള്ള രീതിയിലാണ് നമുക്കിത് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു 3 ബെഡ്റൂം വില്ല അതൊരു ഗ്രൂപ്പായിട്ട് വരുന്ന ആൾക്കാർക്കാണ് ഏറ്റവും അനുയോജ്യമായി നിൽക്കുന്നത്. ഏറ്റവും മുകളിലത്തെ റൂമിൽ കയറുമ്പോഴുള്ള രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം നല്ലൊരു ഓപ്പൺ ആയിട്ടുള്ള ബാൽക്കണിയും ഓപ്പൺ വ്യൂ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കോട്ടേജിലെ ഈ മുകളിലത്തെ റൂമും താഴത്തെ 2 റൂമും കൂടി ബുക്ക് ചെയ്യാൻ വരുന്ന ചാർജ് 12,000 രൂപയാണ് 7 പേർക്ക്. എക്സ്ട്രാ പേഴ്സൺ ചാർജ് വരുന്നത് 1,500 രൂപയാണ്. ഈ റേറ്റിനകത്ത് ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, പ്രൈവറ്റ് വാട്ടർഫോളിലേക്കുള്ള വിസിറ്റ് കൂടാതെ ട്രക്കിങ്ങും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഈ ആക്ടിവിറ്റീസ് ഒക്കെ പ്രോപ്പർട്ടിയുടെ അകത്തായതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു ശല്യങ്ങളും ഇല്ലാതെ നല്ല പ്രൈവസിയോട് കൂടെ തന്നെ നമുക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളൊരു വീക്ക് ഡേയ്സിലാണ് വരുന്നത്, നിങ്ങൾക്ക് ഈ ഒരൊറ്റ റൂം മാത്രമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇത് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു റൂമിന് 6,000 രൂപയാണ് 2 പേർക്ക് വരുന്ന ചാർജ്. പക്ഷേ കപ്പിൾസൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കൊന്നുമില്ലെങ്കിൽ ട്രീ ഹൗസിലേക്കോ അല്ലെങ്കിൽ എ ഫ്രെയിം കോട്ടേജിലേക്കോ ഒക്കെ സ്വിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം ഇതൊരു വിശാലമായ റൂമായതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ബുക്കിംഗ്സിനായിരിക്കും ഇത് കുറച്ചും കൂടെ ആപ്റ്റായി നിൽക്കുന്നത്. ഈ കോട്ടേജിലെ 3 ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ സെപ്പറേറ്റ് എൻട്രിയും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ഓപ്പൺ വ്യൂ ആണ് ഈ ഒരു റൂമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ നല്ല സൺസെറ്റ് കാണാനായാലും ആ ഒരു ക്ലൗഡ് ബെഡിൻ്റെ ഭംഗി കാണാനായാലും എല്ലാം ഈ ഒരു ബാൽക്കണി നിന്നാൽ മാത്രം മതി. നമുക്ക് അത്രയും ഗംഭീര ഓപ്പൺ വ്യൂ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ആ മുകളിലത്തെ ആ ഒരു റൂമിൻ്റെ രീതിയാണ് കണ്ടത്. ഇനി താഴത്തെ റൂമിലേക്ക് വരുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ബാൽക്കണി ആയിട്ടൊന്നും കിട്ടില്ല. വേറൊരു എൻട്രി കൂടെ കയറി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു രീതിയിലായിരിക്കും റൂംസ് കിട്ടുന്നത്. ബാൽക്കണി ഇല്ലെങ്കിലും കൂടെ നല്ലൊരു ഓപ്പൺ വ്യൂ എല്ലാ റൂമിൽ നിന്നും പോസിബിൾ ആണ്. ഇനി 3ാമത്തെ റൂമിലേക്ക് വരുമ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് കിട്ടുന്നത്. അതിനായാലും ഒരു ഓപ്പൺ വ്യൂ അവൈലബിൾ ആണ്, പക്ഷേ ബാൽക്കണി ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ തന്നെ ഏറ്റവും സ്ട്രീം ഒഴുകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വാട്ടർ സ്ട്രീമിൻ്റെ സൗണ്ടും കേട്ട് ആ ഒരു നേച്ചർ കണ്ട് കിടക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഇത്ര നേരം കണ്ട കോട്ടേജിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റ് സൈഡിൽ കൂടെ ആ വഴി കൂടെ നേരെ പോയിട്ട് വേണം അടുത്ത കോട്ടേജുകളിലേക്ക് നമുക്ക് എത്താൻ. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് നിൽക്കുന്ന സ്പോട്ടായാലും ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഓപ്പൺ വ്യൂ റെസ്റ്റോറൻറ്റിൽ നിന്നും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ആ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കാൻ പറ്റും.
ഹായ് നമസ്കാരം, എൻ്റെ പേര് വിവേക്. ഞാൻ ഇവിടെ ഒരു 3-4 ദിവസമായിട്ട് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നുണ്ട്. സോ ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ഒരു Blanchard India എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ എനിക്കൊരു വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. സോ പിന്നെ ഓൺലൈൻ ആഡൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ആഡ് സെറ്റ് ദാറ്റ് വാസ് വൈഫൈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സോ ഇങ്ങനത്തെ ഒരു നാച്ചുറൽ ഒരു സിനാറിയോയിലൊക്കെ വന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യം തന്നെയാണ്, എസ്പെഷ്യലി വെൻ യു സ്ട്രെസ്ഡ് ഔട്ട് ഇൻ സിറ്റി ലൈക്ക് ബാംഗ്ലൂർ. If you're working also, you can still work here. There's Wi-Fi, there's everything. I think so far it's been an amazing experience, and I highly recommend to everyone who wants to come and visit. Please do. Thank you. അപ്പോൾ പുള്ളി ഞാനിവിടെ വന്നതിന് ശേഷമാണ് പരിചയപ്പെട്ടത്. അപ്പോൾ നോക്കിയപ്പോൾ ഫുൾ ടൈം വർക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി അറിയാൻ വേണ്ടി ഞാൻ പുള്ളിനോട് തന്നെ ഡയറക്റ്റ് ഇങ്ങനെ റിവ്യൂ വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ സമ്മതിച്ചിട്ടാണ് പുള്ളി എനിക്ക് അങ്ങനത്തെ ഒരു പ്രൊഫൈൽ വീഡിയോ തന്നത്. അപ്പോൾ അത് പറയാൻ കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ഇവിടെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല റിലാക്സ് ചെയ്തിരുന്ന് വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വഴി പോയിട്ട് വേണം നമുക്ക് ഇനി അടുത്ത കോട്ടേജുകളിലേക്ക് എത്താൻ. അപ്പോൾ പോകുന്ന വഴി തന്നെ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഈ പ്രോപ്പർട്ടി ഒരു പെറ്റ് ഫ്രണ്ട്ലി പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ പെറ്റ്സ് നിങ്ങൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെയും കൂടെ കൂട്ടാം. അതിനൊന്നും ഇവിടെ റെസ്ട്രിക്ഷൻ നിലവിലില്ല. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഇവിടുത്തെ ഓരോ കോട്ടേജിൽ നിന്ന് മറ്റു കോട്ടേജിലേക്ക് എത്താൻ കുറച്ച് ദൂരം നടക്കേണ്ടതായിട്ടുണ്ടെന്ന്. അപ്പോൾ ആ പോകുന്ന വഴി ഇങ്ങനത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വൈബ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഇനി കാണാൻ പോകുന്ന 3 ആ കോട്ടേജ് തന്നെയാണ്. കാരണം ഇവിടുത്തെ ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നതും ഇവിടുത്തെ ഒരു പീസ്ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന 3 കോട്ടേജുകളാണ്. അതിൽ നമുക്ക് ആദ്യം കിട്ടുന്നതാണ് നക്ഷത്ര എന്ന് പേരിട്ടുള്ള ഈ ഒരു എ ഫ്രെയിം വില്ല. ആരുടെയും ശല്യങ്ങളില്ലാതെ നല്ല സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സ് വന്നാലും കപ്പിൾസ് വന്നാലും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നത്. 6000 രൂപയാണ് 2 പേർക്ക് ഇതിന് ചാർജ് വരുന്നത്. മാത്രമല്ല അഡീഷണൽ വരുന്ന ഓരോരുത്തർക്കും 1500 രൂപയും. അങ്ങനെ ടോട്ടൽ 5 പേർക്ക് ഇതിൽ എക്സ്ട്രാ പേഴ്സൻ്റ് റേറ്റ് കൊടുത്ത് താമസിക്കാൻ പറ്റും. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പ്യുവർ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ഈ ഒരു റൂം ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ നിന്നുള്ള ഒരു ബാൽക്കണി വ്യൂവും അല്ലെങ്കിൽ ആ ബാൽക്കണിയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് നിസ്സാരമല്ല. ഈ കാണുന്ന രീതിയിൽ ഫിക്സഡ് ആയിട്ട് ഇവിടെ എക്സ്ട്രാ ബെഡ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ 3 പേർക്ക് സുഖമായിട്ട് കിടക്കാനുള്ളതും ബാക്കി 2 പേർക്ക് ഇതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ഈ സ്റ്റെയർ ഉപയോഗിച്ച് കയറി കഴിഞ്ഞാൽ മുകളിൽ 2 പേർക്ക് എടുക്കാനുള്ള ഫെസിലിറ്റിയും കൂടെ ഈ ഒരു എ ഫ്രെയിമിനുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്തായാലും ഒരു സെപ്പറേറ്റ് ബാൽക്കണിയും കൂടെ നമുക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ മുകളിൽ നിന്നിട്ട് നമുക്ക് ആ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഒരു ഡീസൻറ്റ് വലുപ്പമുള്ള വാഷ്റൂം ആയാലും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇനി എ ഫ്രെയിമിലുള്ളവർക്ക് പുറത്തിറങ്ങിയ ഒരു പ്രൈവറ്റ് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്പോട്ടിലിരുന്ന് മാക്സിമം ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് കുറച്ചും കൂടെ ഓപ്പൺ എയറിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഇതേപോലെ തന്നെ വഴി ഇറങ്ങി പോയിട്ടാണ് നമുക്ക് സൃഷ്ടി എന്ന് പറഞ്ഞ മറ്റൊരു ട്രീ ഹൗസ് കാറ്റഗറി വരുന്നത്. പോരാത്തതിന് നമ്മൾ ആ വഴി മൊത്തം നടന്നു പോകുമ്പോൾ ഇതുപോലത്തെ ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒടുവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കോട്ടേജിൻ്റെ സെക്ഷൻ ഇവിടെ എത്തുകയാണ്. കാരണം ഇതാണ് എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് ഇവിടെ തോന്നിയ ഒരു കോട്ടേജ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു പ്രൈവറ്റ് സ്പേസിൽ ഒരു ട്രീ ടോപ്പിലിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. കൂടാതെ നല്ലൊരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് നല്ലൊരു വ്യൂവും കണ്ട് ആ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റിയൊരു ഗംഭീര ട്രീ ഹൗസ് അല്ലെങ്കിൽ കോട്ടേജ് എന്നും പറയാം. ആ രീതിയിലുള്ളൊരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുപോലത്തെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ വ്യൂ പോയിന്റിലെത്തിയാലും അടിപൊളി കാഴ്ചകളാണ് നമുക്ക് മുമ്പിൽ ഉണ്ടാകുന്നത്. ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഗംഭീര എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ സൃഷ്ടി എന്ന് പേരിട്ടിട്ടുള്ള ഈ ഒരു കോട്ടേജിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. റൂമിൻ്റെ അകത്തേക്ക് വന്നാലും വളരെ നീറ്റ് ആൻഡ് സ്പേഷ്യസ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വേറിട്ടൊരു സ്റ്റേക്കേഷൻ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേയിൽ വന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത്യാവശ്യം ചായയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കുടിക്കാമെന്നുള്ള ഫെസിലിറ്റി കൂടെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി വാഷ്റൂമിൻ്റെ കേസായാലും ഒട്ടും ഇടുങ്ങിയതൊന്നുമല്ല, അത്യാവശ്യം സ്പേഷ്യസ് ആൻഡ് നീറ്റ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ കോട്ടേജ് കൂടുതൽ ആപ്റ്റ് ആവുന്നത് കപ്പിൾസിനായിരിക്കും. കാരണം നല്ല രീതിയിലൊരു പ്രൈവസി കിട്ടുന്ന കോട്ടേജാണിത്. 5500 രൂപയാണ് 2 പേർക്ക് ഇത് ബുക്ക് ചെയ്യാൻ വരുന്ന ചാർജ്. എക്സ്ട്രാ പേഴ്സൺ റേറ്റ് കൊടുത്തിട്ട് 5 പേർക്ക് വരെ മാക്സിമം നിൽക്കാൻ പറ്റുന്ന ഒരു കോട്ടേജാണ്. ഇനി ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങിയിട്ടാണ് ഏറ്റവും ലാസ്റ്റത്തെ കോട്ടേജ് സ്ഥിതി ചെയ്യുന്നത്. ആ കോട്ടേജിൻ്റെ പേര് ആദി എന്നാണ്.
അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ പ്രൈവസി അവിടെ കിട്ടുന്നു. മാത്രമല്ല ആ ഒരു പ്രൈവറ്റ് വാട്ടർഫോളിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കോട്ടേജ് കൂടിയാണത്. ഒരു രീതിക്കും പ്രകൃതിയെ ദോഷം ചെയ്യിപ്പിക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ ഈ കോട്ടേജൊക്കെ പണിതിട്ടുള്ളത്. 5000 രൂപയാണ് ഇത് 2 പേർക്ക് ബുക്ക് ചെയ്യാൻ വരുന്ന റേറ്റ്. അത്യാവശ്യം നല്ലൊരു ഫോറസ്റ്റ് ആംബിയൻസ് ഫീൽ ചെയ്യുന്നൊരു വ്യൂ ആണ് നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഇങ്ങനെ ചില്ല് ചെയ്യാൻ ഭയങ്കര രസമാണ്. ഈ ബോർഡൊന്നും ഒരു ഭംഗിക്കുള്ളതല്ല, നമ്മളിവിടെ വന്നാൽ പാലിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നേരത്തെ കണ്ടത്ര സ്പേഷ്യസ് ആയിട്ടുള്ളതല്ല, എന്നിരുന്നാലും ഒരു ഡീസൻറ്റ് വലുപ്പം ഈ റൂമിനകത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 4 ആൾക്കാർക്കായിരിക്കും ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നേരത്തെ കണ്ട കോട്ടേജിലെ പോലെ തന്നെ അത്യാവശ്യം ചായയൊക്കെ വേണമെങ്കിൽ സ്വയം ഉണ്ടാക്കി കുടിക്കാവുന്ന ഒരു ഫെസിലിറ്റിയും കൂടെ നമുക്ക് ഈ റൂമിൽ കിട്ടുന്നുണ്ട്. ശരിക്കും കപ്പിൾസിന് വേണ്ടി ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള കോട്ടേജാണ് ഈ കാണുന്ന ആദ്യം നേരത്തെ കണ്ട സൃഷ്ടിയും. പിന്നെ ഇവിടുത്തെ വാഷ്റൂം വരുന്നത് ആ ബാൽക്കണിയിൽ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതുപോലത്തെ ഒരു സ്ഥലത്താണ് വാഷ്റൂം നമുക്ക് കിട്ടുന്നത്. ഒരു ഡീസൻറ്റ് വലുപ്പം ഇവിടുത്തെ വാഷ്റൂമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു വാട്ടർഫോളിൻ്റെ അടുന്ന് ഒരു 50-60 മീറ്റർ മാത്രം നടന്നാൽ മതി നമ്മുടെ ഈ ഒരു കോട്ടേജിലേക്ക് എത്താൻ. പക്ഷേ ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 8 മിനിറ്റിൻ്റെ വാക്ക് നമുക്ക് വേണ്ടി വരും നമുക്ക് ആ റെസ്റ്റോറൻറ്റിലേക്ക് എത്താൻ. പക്ഷേ പ്രൈവസി നോക്കുന്ന ഏതൊരു കപ്പിളിനും ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കോട്ടേജാണിത്. ഇനി നാളെ രാവിലെ എണീറ്റ് ഒരു 8 മണിയോട് കൂടിയാണ് ഞാൻ ഇവിടുത്തെ ആ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഒക്കെ ട്രക്ക് ചെയ്ത് നടന്ന് ഈ ഒരു വാട്ടർഫോളിലേക്ക് എത്താൻ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വാട്ടർഫോളിലൊക്കെ ഇറങ്ങി കുളിക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഇവിടെ പറ്റും. ഈ വാട്ടർഫോൾ ആയിക്കോട്ടെ, അങ്ങോട്ട് പോകാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഫോറസ്റ്റ് ട്രക്കിംഗ് ആയിക്കോട്ടെ, ഈ രണ്ടും നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ അകത്ത് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് ഉപകാരം. അങ്ങനെ ഈവനിങ് ആയപ്പോഴേക്കും ആ ഒരു സൺസെറ്റ് ടൈമിൽ സൺസെറ്റ് കിട്ടുന്ന പ്രതീക്ഷിക്കുന്നെങ്കിലും കൂടെ ക്ലൗഡി വെതർ ആയതുകൊണ്ട് തന്നെ ആ സൺസെറ്റ് ഒന്നും വിസിബിൾ ആയില്ല. പക്ഷെ എന്നിരുന്നാലും ആ ലെയറായിട്ട് കിടക്കുന്ന ആ ഒരു മൗണ്ടെയ്ൻസിൻ്റെ ഒരു ഇൻഫിനിറ്റി വ്യൂ അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നാൽ കിട്ടുന്നത്. ഈവനിങ് ആകുമ്പോൾ ലൈറ്റ് ആംബിയൻസ് ഒക്കെ വരുമ്പോൾ ഇവിടുത്തെ ആ മൂഡ് എൻറ്റയർലി മാറുന്നുണ്ട്. ശരിക്കും രാത്രിയിൽ നമ്മൾ ഇത്തിരി ഒച്ചത്തിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ച് ചില്ല് ചെയ്യണൊക്കെ ആൾക്കാർക്ക് ഇവിടെ വന്ന ധൈര്യമായിട്ട് എടുക്കാം. കാരണം പ്രൈവസി ഇഷ്യൂ കാരണം വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടാവുക അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. ഡിന്നറിന് ഞാൻ തിരഞ്ഞെടുത്തത് ബാർബിക്യൂ, ചപ്പാത്തി, സലാഡ്, മയോനീസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇനി വേറെ 2 ഓപ്ഷൻസും കൂടി ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ വേണ്ടുന്നവർക്ക് അതൊക്കെ ആവശ്യാനുസരണം ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ബുക്കിങ്ങിൻ്റെ സമയത്ത് തന്നെ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തു തരും. ഡിന്നറൊക്കെ കഴിഞ്ഞ് ഒരു ക്യാരംസ് ഒക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ആയാലും നമുക്കിവിടെ റെസ്റ്റോറൻറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അങ്ങനെ രാത്രി ആ ഒരു സിറ്റി ലൈറ്റ്സിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് തന്നെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ രൂപത്തിലായിരിക്കും നമ്മളെ വരവേൽക്കുന്ന ആ ഒരു വ്യൂ. ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ദൂരമായിട്ട് ഒരു ലൈൻ പോലെ ഒരു ഗ്ലെയർ നമുക്ക് കാണാൻ പറ്റും. ആലപ്പുഴ ബീച്ചിൻ്റെ ആ ഒരു പരിസരമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ അധിക നേരം ആ ഒരു ക്ലിയർ വ്യൂ ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. പയ്യെ ക്ലൗഡി ആയി തുടങ്ങി, പിന്നെ അങ്ങോട്ട് മഴ വന്നു, പിന്നെ അങ്ങോട്ട് ഫോഗ് കയറി, പിന്നെ മൊത്തത്തിൽ ആ കാഴ്ചകളോട് മാറ്റി മറിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ മിസ്റ്റ് കയറി പിടിച്ചത്. ശരിക്കും ഇവിടെ നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഒരു ജൂലൈ മാസം മുതൽ ഒരു ഫെബ്രുവരി വരെയാണ് ഇവിടുത്തെ ആ ഒരു സീസൺ എന്ന് പറയുന്ന ടൈം വരുന്നത്. രാവിലെ 8:30 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇവർ സെർവ് ചെയ്യും. അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഈ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനത്തെ ഒരു ഓപ്പൺ വ്യൂവിലിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര റിലാക്സ് ചെയ്തിരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷം ഇവർ ആ റെസ്റ്റോറൻറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല രുചിയോടെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അത്രയും ക്വാളിറ്റി ഫുഡ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് നമ്മൾ നേരെ ആ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഒക്കെ കിട്ടുന്ന രീതിയിൽ ഒരു ചെറിയൊരു ട്രക്കിങ്ങിന് വേണ്ടി ഇറങ്ങി. ഇതൊക്കെ പ്രോപ്പർട്ടിക്ക് അകത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ വേറെ ആൾക്കാരുടെ ബഹളോ ടൂറിസ്റ്റിൻ്റെ ശല്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ചെറിയൊരു ഊഞ്ഞാലൊക്കെ ആടി ആ സ്ട്രീമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് തന്നെ നമുക്ക് ആ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ ട്രക്കിംഗ് അവസാനിക്കാന്നാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള വെള്ളച്ചാട്ടത്തിലേക്കാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ചെറിയ ചെറിയ സ്ട്രീംസ് കാണാം. അപ്പോൾ ഇതൊക്കെ കൂടി ഫോം ചെയ്ത് മെർജ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രക്കിങ്ങിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആ വാട്ടർഫോളിൽ ഇറങ്ങി കുളിക്കാവുന്ന രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് തന്നെ വരാൻ പറ്റും. നേരത്തെ നമ്മൾ കണ്ട സ്ട്രീമുകളെല്ലാം
മെർജായി ഇതുപോലത്തെ ഒരു വലിയ വെള്ളച്ചാട്ടമായി മാറി. അത് കൂടാണ്ട് അപ്പുറത്തുനിന്ന് വേറൊരു വെള്ളച്ചാട്ടം കൂടെ വരുന്ന രീതിയിൽ ഒരു വി ഷേപ്പിൽ മെർജായി ഒരൊറ്റ വെള്ളച്ചാട്ടം ആവുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഞാനിവിടേക്ക് വരുന്നതിൻ്റെ തലേദിവസം നല്ല രീതിക്ക് മഴ പെയ്തുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിന് നല്ല ഫോഴ്സാണ് നമുക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി ട്രക്കിംഗ് വഴി കൊടുക്കാറുള്ളത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കൂടെ പാറയമേ കൂടെ ഒക്കെ കയറി നടന്ന് പോകാവുന്ന ഒരു സെറ്റപ്പായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് നല്ല രീതിക്ക് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി ക്യാൻസൽ ചെയ്ത് നമ്മൾ വേറെ വഴി കൂടിയാണ് ആ ട്രക്കിങ് കണ്ടിന്യൂ ചെയ്തത്. ഇനി ലേശം അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ വാട്ടർഫോളിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്നു പോയി ട്രൈ ചെയ്യാൻ പറ്റും. പക്ഷേ അതൊക്കെ നമ്മളുടേതായിട്ടുള്ള സേഫ്റ്റി മുൻനിർത്തി കണ്ടുകൊണ്ടായിരിക്കണം ആ ഒരു ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ പങ്കെടുക്കാൻ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മഴക്കാലത്താണ് നിങ്ങളുടെ വിസിറ്റ് എന്നുണ്ടെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള യാത്രയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്ന് എനിക്ക് നല്ലത്. കാരണം ഏത് സമയത്താണ് വെള്ളം വരുന്നതെന്നോ കൂടുതൽ വരുന്നതെന്നോ ഒന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒടുവിൽ നമ്മൾ എത്തിച്ചേരുന്ന സ്പോട്ട് എന്ന് പറയുന്നത് വാട്ടർഫോളിൻ്റെ ഈ ഒരു സെക്ഷനിലാണ്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് നല്ല കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു സേഫ്റ്റിയാണ്. കാരണം ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ ബൗണ്ടറി ഒക്കെ കെട്ടി തിരിച്ച് നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ പരുവത്തിൽ നീന്തി തുടിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് സേഫായിട്ട് തന്നെ ഇവിടെ കുളിക്കാൻ ഇറങ്ങാൻ പറ്റും. ഇതുകൂടാതെ മറ്റൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാച്ചിലേഴ്സായിട്ട് വരുന്ന ഗ്രൂപ്പ് ഇവിടെ ഫുള്ള് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കപ്പിളായിട്ട് വരുന്നവർക്ക് ഇറങ്ങാൻ ഭയങ്കര ഒരു പ്രൈവസി ഇഷ്യൂ ഫീൽ ചെയ്യും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി അവർക്ക് ഈ കാണുന്ന രീതിയിലുള്ള വെള്ളച്ചാട്ടത്തിലും എൻജോയ് ചെയ്യാനുള്ള വകുപ്പ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. അതുകൊണ്ട് തന്നെ വരുന്ന ഗസ്റ്റ് ഒരു രീതിയിലും ഡിസപ്പോയിൻറ്റഡ് ആയി തിരിച്ചു പോകേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് വളരെ പെർഫെക്ഷനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇതിൻ്റെ ഓണറായ ഡിയോളും പുള്ളിയുടെ വൈഫും കൂടെ ഒരുമിച്ച് നിന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാ സർവീസും ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മാർത്ഥതയുടെ ഒരു നല്ല രീതി നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുന്നുണ്ട്. അവർ രണ്ടുപേരുടെയും കൊല്ലങ്ങളോടുള്ള കഷ്ടപ്പാടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇന്ന് ഈ ഒരു രീതിയിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കും. Hi everyone, so I am Dion and this is my wife Anju. So ഇത് നമ്മളുടെ ഒരു സ്പേസ് ആണ്. വളരെ സൈലൻ്റ് ആയിട്ടും ഒരു 1-2 ദിവസം സിറ്റി ലൈഫിൽ നിന്നും വർക്ക് ചെയ്യുന്നതൊക്കെ മാറി നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ കപ്പിളായിട്ടൊക്കെ ഈവൻ ബാച്ചിലേഴ്സ് ഗ്രൂപ്പ് എവരിവൺ ഈസ് വെൽക്കം. സോ അങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റിയ നല്ല പ്രൈവസിയൊക്കെ ഉള്ള ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണിത്. പിന്നെ നമ്മൾ തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഒറ്റയ്ക്ക് വന്ന് താമസിച്ച ഈ കാട് നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഒരു ഇഷ്ടം കൊണ്ട് നമ്മുടെ ഒരു ഐഡിയയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ്. സോ ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി അധ്വാനിച്ചിട്ടൊക്കെയാണ് ഇവിടം വരെ ഇങ്ങനെ എത്തി നിൽക്കുന്നത്. സോ പിന്നെ കാടാണ്, അതിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ല. ഞങ്ങളും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. സോ കപ്പിളായാലും ഫാമിലി ആയാലും പിള്ളേരൊക്കെ ആയാലും നിങ്ങൾക്ക് ഇവിടെ വരാം, എൻജോയ് ചെയ്യാവുന്നതാണ്. ഒരു ഇൻസെക്യൂരിറ്റീസും ഉണ്ടാവില്ല. സോ ഒരു എന്താ പറയുക, സ്റ്റേ മാത്രമല്ലാതെ സ്റ്റേ, ഫുഡ്, ഒരു എക്സ്പീരിയൻസ്, ഒരു ട്രക്കിംഗ് ആക്ടിവിറ്റി ഉണ്ട്. പിന്നെ നിയർ ബൈ പാഞ്ചാലിമേട് വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു നല്ല ഒരു യുണീക്ക് എക്സ്പീരിയൻസ് കിട്ടാനുള്ളതെല്ലാം ഇവിടെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സോ എല്ലാവരും വരണം, നിങ്ങൾ വന്ന് എൻജോയ് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. സോ അപ്പോൾ ഡിയോള് പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു കപ്പിളായിട്ട് വരുമ്പോൾ കാടാണ്, ഒരു ഇൻസെക്യൂരിറ്റി ഫീലൊന്നും നിങ്ങൾക്ക് ഒരിക്കലും വേണ്ട. അതൊക്കെ ഇവിടെ പുള്ളിയുടെ വൈഫും ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്പോട്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെക്യൂരിറ്റിയുടെ ഇഷ്യൂ ഒരിക്കലും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല ഇനിയിപ്പോൾ ബാച്ചിലേഴ്സ് ആയിട്ട് വരുന്നവർക്ക് അടിച്ച് പൊളിക്കാനുള്ള ഒരു ഗംഭീര സ്പോട്ടാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്.
ഇനിയിപ്പോൾ ഫാമിലി ഗ്രൂപ്പ് ആയിക്കോട്ടെ, അങ്ങനെ ഏത് തരം ആൾക്കാർ വന്നാലും അവർക്കൊരു നല്ലൊരു സ്റ്റേക്കേഷൻ, അതായത് ചെക്ക് ഇൻ ചെയ്ത് ചെക്ക് ഔട്ട് ആവണത് വരെ നമ്മളുടെ വണ്ടി എടുത്ത് പുറത്ത് പോകേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. നമുക്ക് ഇതിനകത്ത് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റേയിൽ നിൽക്കുന്നത്. ഇപ്പോൾ കപ്പിളായിട്ട് വരുന്ന നിങ്ങൾ ഒരു മിനിമം 2 നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ഇവിടെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്നിരുന്നാൽ നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റിയിലും പങ്കെടുത്ത് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും നല്ല രീതിയിൽ കണ്ട് തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിലൊരു എക്സ്പീരിയൻസ് സ്റ്റേ, നല്ലൊരു സ്റ്റേക്കേഷൻ, അതും നേച്ചർ ഫ്രണ്ട്ലി ആയി നിൽക്കുന്ന ഒരു സ്റ്റേ, അങ്ങനെ നോക്കുന്ന ഏതൊരാൾക്കും ധൈര്യമായിട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പാഞ്ചാലിമേടിലുള്ള ഈ സൺസെറ്റ് വാലി എന്ന് പറയുന്ന റിസോർട്ട്.